വലിയ ഫിനാൻഷ്യൽ അഡ്വൈസർമാർ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ പാഠങ്ങൾ നമ്മുടെ അമ്മമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീട്ടിലെ അടുക്കളയിലോ സ്റ്റോർ റൂമിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പഴയ സ്റ്റീൽ ഡപ്പികൾ നിങ്ങൾ എപ്പോഴെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? അതിനുള്ളിൽ കുറച്ച് ചില്ലറത്തുട്ടുകളും മടക്കി വെച്ച നോട്ടുകളും കാണും. ഇതൊന്നും അവർ വലിയ തിയറികൾ പഠിച്ചിട്ടല്ല ചെയ്തത്, പക്ഷേ അവരുടെ കയ്യിൽ ഒരു കണക്കുണ്ടായിരുന്നു. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയുണ്ടായിരുന്നു. ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടോ സിപ്പോ ഒന്നും ഇല്ലാത്ത കാലത്ത് അവർ എങ്ങനെയാണ് ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോയത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത്ഭുതം തോന്നും. നമ്മൾ ഇന്ന് വലിയ കാര്യമായി പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് അന്ന് നമ്മുടെ വീടുകളിൽ സജീവമായിരുന്നു. ആദ്യത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ബഡ്ജറ്റിംഗ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു ആപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലോ ഒക്കെയാണ് മാസ്റ്റർ ചിലവുകൾ എഴുതി വെക്കുന്നത്. എന്നാൽ അമ്മമാരുടെ രീതി ഇതൊന്നും ആയിരുന്നില്ല. ശമ്പളം കിട്ടിയാൽ ഉടനെ അത് പല കവറുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലേക്കോ മാറ്റും. ഇത് പലചരക്കിന്, ഇത് കറണ്ട് ബില്ലിന്, ഇത് പാലിന്, ഇങ്ങനെ കൃത്യമായി വീതം വയ്ക്കും. ഇതിനെയാണ് നമ്മളിപ്പോൾ എൻവലപ്പ് ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. പണം കയ്യിൽ വന്നാൽ അത് എന്തിനൊക്കെ ചിലവാക്കണം എന്ന കാര്യത്തിൽ അവർക്കൊരു മുൻഗണനയുണ്ടായിരുന്നു. ആ കവറിലെ പണം തീർന്നാൽ പിന്നെ ആ മാസം ആ കാര്യത്തിനായി പണം ചിലവാക്കില്ല. അതൊരു ഡിസിപ്ലിൻ ആയിരുന്നു. നമ്മൾ ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ വലിച്ചുവാരി ഉപയോഗിക്കുമ്പോൾ ഇത്തരമൊരു ഡിസിപ്ലിൻ നമുക്കുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. ഉള്ള പണം കൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം പണം മിച്ചം പിടിക്കുന്ന രീതിയാണ്. പണം ചിലവാക്കിയ ശേഷം ബാക്കി വരുന്നത് സേവ് ചെയ്യുക എന്നല്ല, മറിച്ച് മാറ്റിവെച്ച ശേഷം ബാക്കി വരുന്നത് ചിലവാക്കുക എന്നതായിരുന്നു അവരുടെ ശൈലി. ഓരോ ദിവസവും ബാക്കി വരുന്ന 10 രൂപയോ 50 രൂപയോ ആ സ്റ്റീൽ ഡപ്പിയിലേക്ക് മാകും. മാസങ്ങൾ കഴിയുമ്പോൾ അതൊരു വലിയ തുകയായി മാറും. ഈ ചെറിയ തുകകൾ ചേർന്ന് എങ്ങനെ വലിയൊരു സംഖ്യ ആക്കാമെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. ഈ പണപ്പെരുപ്പത്തിന്റെ കാലത്ത് പണം വെറുതെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൽ കാര്യമുണ്ട്. പക്ഷെ ആ ഒരു ശീലം, അത് എത്ര ചെറുതായാലും മാറ്റിവെക്കാനുള്ള ആ മനസ്സ്, അതാണ് പ്രധാനം. അടുത്തത് ഗോൾഡിനെ കുറിച്ചാണ്. സ്വർണം എന്നത് മലയാളികൾക്ക് വെറും ഒരു ആഭരണമല്ല, അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിൽ നമ്മൾ അമ്മമാരെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ എപ്പോഴാണ് സ്വർണം വാങ്ങാറുള്ളത്? പണം കുറച്ച് കയ്യിൽ വരുമ്പോൾ ഉടനെ ഒരു മോതിരമോ ചെറിയൊരു വളയോ വാങ്ങും. അവർ വില കുറയുന്നതും കൂടി നിൽക്കുന്നതും ഒന്നും നോക്കാറില്ല. ആ ശീലമാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും നട്ടെല്ലായി നിൽക്കുന്നത്. ഈ വില ഇന്ന് കാണുമ്പോൾ നമ്മൾ ഞെട്ടുന്നുണ്ടാകും. പക്ഷെ പണ്ട് അവർ വാങ്ങിക്കൂട്ടിയ ആ ചെറിയ തരി സ്വർണമാണ് ഇന്ന് പല പ്രതിസന്ധികളിലും നമുക്ക് തുണയാകുന്നത്. അസറ്റ് അലോക്കേഷൻ എന്നൊക്കെ നമ്മൾ വലിയ പേര് വിളിക്കുന്ന കാര്യം അവർ വളരെ ലളിതമായി ചെയ്തു തീർത്തു. സ്വർണത്തെ അവരൊരു എമർജൻസി ഫണ്ടായിട്ടാണ് കണ്ടിരുന്നത്. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ബാങ്കിൽ പോകാനോ ലോൺ എടുക്കാനോ നിൽക്കാതെ ആ സ്വർണം എടുത്ത് പണയം വെക്കും അല്ലെങ്കിൽ വിൽക്കും. ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയുന്ന ഗുണം സ്വർണത്തിനുണ്ടെന്ന് അവർക്ക് പണ്ടേ അറിയാമായിരുന്നു. അമ്മമാരുടെ മറ്റൊരു പാഠം അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക എന്നതായിരുന്നു. ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് അത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് അവർ 10 വട്ടം ആലോചിക്കും. ഇക്കാലത്ത് നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കയറി ഒരു ക്ലിക്ക് കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നു. അത് അനാവശ്യമാണോ എന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ പണ്ട് ഒരു സാധനം വാങ്ങാൻ കടയിൽ പോകുമ്പോൾ അവർ വില പേശുമായിരുന്നു. ആ കിട്ടുന്ന 10 15 രൂപ പോലും അവർക്ക് ലാഭമായിരുന്നു. ഓരോ രൂപയ്ക്കും അതിൻ്റെ മൂല്യമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. നമ്മുടെ കയ്യിൽ പണമുണ്ടല്ലോ എന്ന് കരുതി അത് ധൂർത്തടിക്കാതിരിക്കുക എന്നത് ഒരു വലിയ കലയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് റിസ്ക് എടുക്കാത്ത രീതി. പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന കാര്യത്തിൽ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ചിട്ടികളിലും പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലും പണം നിക്ഷേപിച്ചിരുന്നത്. റിസ്ക് കുറഞ്ഞ രീതിയിൽ പണം എങ്ങനെ വളർത്താമെന്നതിന് അവർക്ക് സ്വന്തം വഴികളുണ്ടായിരുന്നു. വലിയ ലാഭം പ്രതീക്ഷിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളിൽ അവർ വീഴാറില്ല. സത്യം പറഞ്ഞാൽ അവർ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആയിരുന്നു. നമ്മൾ ഇന്ന് പല സ്കീമുകളിലും പണം ഇട്ട് നഷ്ടപ്പെടുത്തുമ്പോൾ അവരുടെ ഈ ജാഗ്രതയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതവും അവർക്കില്ലായിരുന്നു. അയൽവാസി ഒരു TV വാങ്ങിയാൽ ഉടനെ നമ്മളും വാങ്ങണമെന്ന് നിർബന്ധ ബുദ്ധിയൊന്നും അവർ കാണിക്കാറില്ല. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് എങ്ങനെ സന്തോഷമായി കഴിയാമെന്നായിരുന്നു അവരുടെ ചിന്ത. സോഷ്യൽ പ്രഷർ കാരണം ഇന്ന് പലരും ലോണുകൾ എടുത്ത് വലയുകയാണ്. വീട് വെക്കാനും കാർ വാങ്ങാനും ഒക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ വരുമാനം എത്രയാണെന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ അവർക്ക് കടം വാങ്ങുന്നത് വലിയൊരു പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഉറങ്ങാനും അവർക്ക് കഴിഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ്. ക്രിപ്റ്റോയും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. പക്ഷേ പുതിയ മാറ്റങ്ങൾക്കിടയിലും പഴമക്കാർ പഠിപ്പിച്ചെന്ന അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ മറന്നു പോകരുത്. പണം മിച്ചം പിടിക്കാനുള്ള ആഗ്രഹം, കൃത്യമായ ബജറ്റിംഗ്, സ്വർണത്തിലുള്ള നിക്ഷേപം, അനാവശ്യ ചിലവുകൾ ഒഴിവാക്കൽ, ഇതൊക്കെ എന്നും പ്രസക്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ അമ്മമാർ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്തിരുന്നത്? ആ സ്റ്റീൽ ഡപ്പിയിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ നിങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത് കൊണ്ടുവരും. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം അത് നിലനിർത്തുന്നതും വളർത്തുന്നതുമാണ്. അതിന് നമ്മുടെ അമ്മമാരെക്കാൾ വലിയ ഗുരുക്കന്മാർ വേറെയില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ പഴയ രീതികളല്ലേ എന്ന്. പക്ഷെ ഒരു സാമ്പത്തിക
സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴോ അല്ലെങ്കിൽ പണി പോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ആ പഴയ ഡപ്പികളിലെ കരുതലുകളുടെ വില നമ്മൾ തിരിച്ചറിയുന്നത്. അന്ന് കരുതി വെച്ച ഓരോ പൈസയുമാണ് ഇന്ന് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അതുകൊണ്ട് പുതിയ കാലത്തെ അറിവുകൾക്കൊപ്പം ആ പഴയ പാഠങ്ങളും കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു.